എന്റെ അമ്മേ. അയ്യോ കുഞ്ഞെ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എവിടെ? അകത്ത് കേളിയോട്ട് തുടങ്ങി. ആര്? മന്നാടിയന്മാരും ആ പെണ്ണ് ഡോക്ടറും. അയ്യോ കുഞ്ഞെ, ഞാനിവിടെ നിക്കണോ അതോ? തന്നെ ഇവിടുന്ന് ആരും പിരിച്ചുവിടില്ല. ആർച്ചയാ പറയുന്നത്? പെട്ടിയും കിടക്കി എടുത്ത് ഇറങ്ങുന്ന ആരാന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ കുഞ്ഞെ, ആർച്ച പറഞ്ഞാൽ ഈർച്ചവാളം കേൾക്കും, മനസ്സിലായോ? കയറി പോകത്ത്. മണ്ണുകൊണ്ടുള്ള പ്രകൃതി ചികിത്സയാ. ഡോക്ടർ ചെറുപ്പക്കാരിയാണെങ്കിലും കൈപ്പുണ്യമുള്ളവളാ. ഡോക്ടർ പെണ്ണായതുകൊണ്ട് പെങ്ങൾക്ക് മറ്റു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഈ സേതുവിന്റെ ബുദ്ധിയാ. പെങ്ങളെ എങ്ങനെയുണ്ട്? ഡോക്ടർ ആണായിരുന്നെങ്കിൽ ഒരു കൊലക്കേസും കൂടെ ഞാൻ വാദിക്കേണ്ടി വന്നേനെ. പറ്റിയ പാർട്ടിയല്ലേ. എല്ലാവരും എന്നെ പോലെ ശുദ്ധഗതിക്കാരനാവണമെന്നില്ലല്ലോ അല്ലേ? ഡോക്ടർ വന്നപ്പോ ശരീരത്തിനൊരു സുഖം. എനിക്ക് സുഖം മനസ്സിനാ അനിയാ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ഓടിക്കൊണ്ടേ ഇരിക്കണം, വൈകുന്നേരം വരെ ഓടിക്കൊണ്ടേ ഇരിക്കണം. ഒരു സംശയം. സംശയിക്കാൻ ഒന്നുമില്ല. കണ്ണിലേടി നാട് വിറപ്പിക്കുന്ന നിന്റെ ചേട്ടന്മാരുടെ വിഡ്ഢിവേഷം. ഭാര്യമാരെ മറന്ന് ജീവിക്കുന്ന മന്നാടിയാമാരെ മയക്കാൻ സേതുവിന് ക്ലോറോഫോം ഒന്നും വേണ്ട, മനസ്സിലായില്ലേ? പിന്നെ നിൽക്കണം. അയ്യോ ഡോക്ടറെ, ഓടി വരണേ. കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. നീ ഒന്ന് പോകുന്നുണ്ടോ? ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പേടിയാ. ജനിച്ചിട്ട് ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത പോലെ അവന്മാര് നോക്കുന്നത്. നോട്ടം മാത്രമേ ഉള്ളൂ, വെറും പൊങ്കന്മാരാ. അയ്യോ ഓടി വരണേ. ദേ പിന്നെ എങ്ങനെ നലർന്ന്. നീ ഒന്ന് പോകുന്നുണ്ടോ? മുഴുവനായിട്ട് ഒരു മരുന്നിന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയത്തില്ല. ഇത് എന്ത് ഭാവിച്ചാ? അഭിനയിച്ചു തുടങ്ങി, ഇനി പൂർത്തിയാക്കിയേ മതിയോ. ഒന്ന് വേഗം വാ. നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ പറയുന്ന പോലെ ചെയ്. ഇങ്ങോട്ട് വാടോ. അയ്യോ കൈ പൊള്ളി. കിഴിച്ചട്ടി അകത്തി പിടിക്കണോ? ഡോക്ടറിന്റെ അടുത്തിരുന്നാ മതി, എന്റെ അസുഖമൊക്കെ പമ്പ കിടക്കും. അതെ, മന്നാടിക്ക് മാറിനാണ് വേദന. കരച്ചിൽ കേട്ടപ്പോഴേ കിഴിയാൻ ചൂടാക്കി. നിങ്ങളെ ആരാ ഇപ്പൊ കൂടി വിളിച്ചത്? പോടോ. പൊക്കോ താൻ പൊക്കോ. താൻ പോയില്ലേ? ഞാനും പോണോ? പോടോ. ഇനി കുറച്ചേരം ഞാനും കാണട്ടെ. പോടോ. അയ്യോ ഡോക്ടറെ, ഓടി വരണേ. തലവേദന എടുക്കല്ലേ. അയ്യോ തലവേദന എടുക്കല്ലേ. ചൂട് കിഴിവൈ. എവിടാ വേദന? തലയ്ക്കാ വേദന. ഓ, തലവേദനക്ക് എന്തിനാ വയറ് പിടിച്ച് വലിക്കുന്നത്? തലയും വയറോ കൊന്നാണോ? ഓ, ആറിലോളത്തിന്റെ പേര് കുറുന്തോട്ടിലരച്ച് കടുകണ്ണയും കാഞ്ഞിരക്കൊരു സമം ചേർത്ത് ഇപ്പൊ തരാം. കൂടെ കിഴിയും. ആടിനോടകം താത്തിന്റെ കുറുന്തോട്ടി അരച്ച് ഇവന് കൊടുക്കും. അപ്പ കിഴിയോ? കൊണ്ടുപോയതല്ല അപ്പന് കൊടുക്കും. പോ. അയ്യോ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് മതിയേ. ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞു. ഡോക്ടർ ഇളയ അനിയനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എനിക്ക് വയ്യേ. എന്താ? പോടോ. പോയി. എന്റെ എന്തോ ഒന്ന് കളഞ്ഞു പോയി. എന്താ വേദന എവിടെ? ദേഹം ആസകലം വേദന. ഞാനിവിടെ ഇരിക്കാം, വരൂ. അയ്യോ, എന്താ പട്ടി മോങ്ങുന്നത്? അതോ അത് പട്ടി മോങ്ങുന്നതല്ല കുഞ്ഞേ, ചില ആണുങ്ങൾക്കുണ്ടാവുന്ന അസുഖമാ. എന്റെ മന്നാടി ഭഗവതി മൂന്നും കൂടെ മോങ്ങി എന്തോ വരുത്തി വെക്കുവോ എന്തോ. അയ്യോ ഈശ്വരാ, ഈശ്വരാ. വരൂ, വേഗം വരുന്നേ. ഈശ്വരനെ വിളിച്ചോ? വന്ന് നിൽക്കണു പണ്ടാറടങ്ങാൻ. ഞാൻ വിളിച്ചത് ഈശ്വരനല്ല, പിശാചിനെയാ. ഒന്ന് പോടോ, ഒന്ന് വേഗം പോകാം. അയ്യോ തീ എടോ, തന്നെ മൂത്ത മന്നാടിയാർ വിളിക്കുന്നു. കിഴി പിടിക്കാനായിരിക്കും. പോയി കിഴിക്കോ. അല്ല, കിഴി എവിടെ വെക്കണം? നല്ല ചൂടുണ്ടാ? പിന്നെ നല്ല ചൂടുണ്ട്. എന്നാ തൽക്കാലം ചട്ടിയിലിട്ട് നിന്നെ ഞാൻ വറക്കും. പോടാ. എന്താ ഇവിടെ വാ. എനിക്കാ എന്ത് പറ്റി? ഈ അസുഖം നേരത്തെ വന്നിട്ടുണ്ടോ? പണ്ട് എന്റെ ഭാര്യ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ ഡോക്ടർ വന്നപ്പോ വീണ്ടും തുടങ്ങി. പരിശോധിച്ചോളൂ, നിർത്താതെ പരിശോധിച്ചോളൂ. പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം. അസുഖം എനിക്ക് മനസ്സിലായി. ഇതാ ഇത് കഴിച്ചാൽ മതി. അങ്ങനെ ഒരു ഗുളിക കൊണ്ട് മാറുന്നു എന്നല്ല ഈ കിട്ടം. ഡോക്ടർ, എന്റെ നെഞ്ച് വേദനിക്കുന്നേ.
അതാർക്കാ പുതിയൊരു വേദന? വക്കീലിന്. അവന്റെ നെഞ്ച് പൊട്ടി പൊളിഞ്ഞു പോണേ, അങ്ങോട്ട് പോട്ടെ. ഡോക്ടർ ഇവിടെ നിക്ക്. അയ്യോ, രോഗി വിളിച്ച പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം. വരണേ. വരാം. വരില്ലേ? വരാന്നേ. ആ മന്നാടിയാമാർ വടിയാവോ? ആർക്കറിയാം? ഓരോ ഉറക്ക ഗുളിക വീതം കൊടുക്കാല്ലേ പറഞ്ഞത്? 5 എണ്ണത്തിൽ ബാക്കി 2 എണ്ണം എവിടെ? അതും ചെലവായി. എവിടെ ചെലവായി? എന്റെ സമ്മതമില്ലാതെ എനിക്കെതിരെ എന്റെ വീട്ടിൽ പടയൊരുക്കം നടത്തുന്നു. ആർച്ചയൊന്ന് ആഞ്ഞടിച്ചാൽ 1 നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അവൻ അറിയില്ല. കുഞ്ഞിതിലിടപെടണ്ട. അടിക്കാനാണെങ്കില് അടിമാടന്മാരെ 3 ചേട്ടന്മാരില്ലേ, അവരടിക്കും. അവർക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ അടിക്കും. താനോ? ഉവ്വ്. തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കുഞ്ഞേ, ശക്തി കൊണ്ടല്ല ഈ ഈശ്വരൻ അവനെ ഒതുക്കാൻ പോകുന്നത്. ആ ഈശ്വരൻ തന്ന ബുദ്ധി കൊണ്ടാണ്, മനസ്സിലായോ? ശരിയാ, അത് തനിക്ക് ഇഷ്ടം പോലെയുണ്ട്. മന്ദബുദ്ധി. പപ്പടം എടുക്കല്ലേ, പപ്പടം പിന്നെ എടുക്കല്ലേ, ഒരു പപ്പടം പപ്പടമൊക്കെ എടുക്കല്ലേ. അയ്യോ പൊട്ടി. ആർക്കാ ഇത്? ആർച്ചയ്ക്ക്. ആനയ്ക്കോ? ആർച്ചക്കുഞ്ഞിന്. കൊള്ളാം. നീ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോവാണോ? ഫാറ്റും ഷുഗറും കൂടി ആർച്ച കിടപ്പിലായാലേ മന്നാടിയാമാർ ഡോക്ടർ എടുത്താ കാരണം ചോദിക്കുന്നത്. ഫാമിലി ഡോക്ടർ ഉള്ളപ്പം ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഫാമിലി ഡോക്ടർക്ക് അതിന് ക്ഷീണം അല്ലേ ഡോക്ടറെ? പിന്നെ ആ എന്ത് വന്നാലും അത് ആർച്ച സഹിച്ചോളാം. എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. ആ തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു. ആർച്ച വലിയ തലവേദനക്കാരിയാ. ഡോക്ടർ ആ പാവയ്ക്ക ജ്യൂസ് ഇട്ട് കൊടുത്തേ. ഈ പാവയ്ക്ക ജ്യൂസ് കൊടുത്താൽ തലവേദന പമ്പ നടക്കും. ആ, കൊടുത്തേ. അയ്യോ, ഡോക്ടർ എന്തായാലും തന്നില്ല, ഞാൻ കൊടുക്കാം. വാ, വാ, വാ. എന്താ ഇവിടെ ബഹളം? അല്ല, ആർച്ചയ്ക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക, കുടിക്കുന്നില്ല. പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല. പറഞ്ഞത് അനുസരിക്ക് പെങ്ങളെ. പഞ്ചാര കുടിയാ കൂമ്പ് വാടിപ്പോവും. ഇടൂ. ഇങ്ങനെ കുടിക്കേ. കുടിക്കേ. വേണ്ട ഏട്ടാ. കുടിക്കേ. ഒറ്റ വലിക്ക് കുടിക്കേ. നിന്റെ മൂത്ത ചേട്ടനാ പറയണേ, കുടിക്കേ. ആ കുടിക്ക് കുടിക്ക് കുടിക്ക്. സേതു, എന്തോ? ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ നിന്റെയും ഒരു കണ്ണ് വേണം. ഒരു കണ്ണ? എന്റെ 2 കണ്ണും ആർച്ചയുടെ പുറത്തല്ലേ. മന്നാടിയാർ പോയി വിശ്രമിച്ചാട്ടെ. ഞാനിപ്പോ വിശ്രമിച്ചേ ഉള്ളൂ. എന്നാലും കുറച്ചുകൂടി വിശ്രമിച്ചാട്ടെ. ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഏറ്റല്ലോ. ഏറ്റു. ആർച്ചേ, ദാ. തന്നെ. നിർത്ത് പോലെ ആളുണ്ട്. വള്ളക്കരയ്ക്ക് പോവോ? ഇക്കരെന്ന് അക്കരക്കല്ലാതെ പിന്നെ ഇക്കരക്ക് പോകാൻ പറ്റുമോ? ചക്കര ചൂടാവല്ലടാ. ഇതേതാ? വഞ്ചിയുടെ ഡ്രൈവറാ? പോടാ. നീ ഏതാടാ ഇർക്കാ? നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. നിന്റെ അല്ലടാ, നിന്റെ തള്ളയുടെ. തള്ളക്ക് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യോടാ? ആ വഞ്ചി വിടെ, വഞ്ചി വിടെ. അവന്റെ ആ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന്. അതാണ് വകുപ്പ്. തേടിയ വള്ളി കാലിച്ചുട്ടി. ഇതിലേ പോയി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ഇവിടെ പോയി. എനിക്ക് വയ്യ ഇനി ഈ തീക്കളിക്ക്. ഞാൻ ഇവിടുന്ന് പോവാ. എന്നെ കാണാതെ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത്. 2 വഞ്ചി കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ. അപ്പൊ ഭാര്യയാണല്ലേ? ക്ഷമിക്കണം. പട്ടി ഒളിഞ്ഞു നോക്കുന്നു. അടുക്കള പുറത്ത്. ഞാൻ ഒരു കാര്യം പറയാം. ഒന്നും പറയണ്ട. നിന്റെ ഫോൺ ശരിയാക്കി തരാം.